ഹലോ, ഇന്ന് നമ്മൾ ഒരു കമ്മലും ഒരു ചെയിനുമാണ് ഉണ്ടാക്കുന്നത്. ഈ ക്ലേ യൂസ് ചെയ്തിട്ട്, ചെയിനല്ല അതിൻ്റെ പെൻഡൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ക്ലേ വേണം, പിന്നെ ഒരു ചെയിന് വേണം, പിന്നെ ഇയറിങ്ങിൻ്റെ ഹുക്സ് വേണം, പിന്നെ ഐപ്പിന്നും പിന്നെ ചെറിയൊരു റിങ്ങുമാണ്. ഇതാണ് നമ്മുടെ ക്ലേ. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഞാനൊരു പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് പരത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ബോർഡിലാണ് ഞാനിത് ചെയ്യുന്നത്. അതിൽ കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം ഞാൻ പരത്തിയെടുത്തതാണ്. പിന്നെ എന്തിൻ്റെങ്കിലും അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കയ്യിൽ ഇത് സ്ക്വയറായിട്ടോ എങ്ങനെയാണോ നമുക്ക് കട്ട് ചെയ്യാൻ ഇഷ്ടം അതുപോലെ കട്ട് ചെയ്യാം. എനിക്കിപ്പോൾ എളുപ്പത്തിന് ഈ ഒരു അടപ്പാണ് കിട്ടിയത്, സോ അത് വെച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ഞാൻ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൽ കാണിക്കാത്തൊരു ഭാഗം ആ ഒരു ഹോൾ ഇട്ടതാണ്. ഒന്നുമില്ല, നമ്മളെ പിന്നോ അല്ലെങ്കിൽ ഐപ്പിന്നിൻ്റെ ആറ്റം കൊണ്ടോ ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. എളുപ്പമാണ് ചെയ്യാൻ. ശേഷം ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് ചുമ്മാ ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അവിടെ ഒരു ട്രീൻ്റെ ബ്രാഞ്ചസ് പോലെയാണ് വരച്ചിട്ടുള്ളത്. പെൻഡൻറ്റിലും ഇയറിങ്സിലും ഒക്കെ. അതിനുശേഷം ഇയറിങ്സിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ഐപ്പിന്നിൻ്റെ കഷ്ണം ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വളച്ചെടുത്തതാണ്. അത് വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു റിങ്ങും ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുഞ്ഞു റിങ്. ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഐപ്പിന്നിൻ്റെ അറ്റം വെച്ച് ഇതുപോലെ ഒന്ന് വളച്ചെടുത്താൽ മതി. പിന്നെ നമ്മളെ ഇയറിങ്ങിൻ്റെ ഹുക്കിൽ ഇത് കോർത്ത് കൊടുക്കുക, ലോക്ക് ചെയ്യുക. ഇത്ര പണിയേ ഉള്ളൂ ഇത് ചെയ്യാൻ. സെയിം ചെയിനും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഒരു റിങ് വെച്ച് അത് ലോക്ക് ചെയ്യുക. പിന്നെ നമ്മളെ ആ ചെയിനിൽ കോർത്ത് കൊടുക്കുക. അത്ര പണിയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും ബൈ.